സ്കൂളിൽ പോയാലും ഒക്കെ കാണുന്നത് ഈ ഒരു ദാരിദ്ര്യം നിറഞ്ഞ മുഖങ്ങളാണ്. അന്ന് ഈ റേഷനരി ചോറും അതിൻ്റെ മണമാണ് സ്കൂളിലൊക്കെ. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാരണം വളരെ മുഷിഞ്ഞ ഒരുപാട് വല്ലാത്ത മണമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ആരും അവരെ എടുക്കില്ല. പക്ഷേ എനിക്കുണ്ടെങ്കിൽ ഒരാൾക്കും കൂടി അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു മനസ്സ്, അത് എനിക്ക് തോന്നുന്നത് അത് ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ്. എന്ത് പ്രവർത്തനമാണെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ പേരിൽ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഓരോ സാധനം കാണാതെ പോകുമ്പോൾ തന്നെ ഞാനാണത് മോഷ്ടിച്ചതെന്ന് അറിയാം. വീട്ടുകാർക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തിൽ അവിടെയാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരാളായിരുന്നു. അത് അറിയില്ലായിരുന്നു. ശാരീരിക ഉപദ്രവങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് വല്ലാതെ അൺകോൺഷ്യസ് ആയി പോകും. പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്നത്, നമ്മളെ ഡ്രസ്സ് ഒരാൾ വലിച്ചു കീറുന്നതും വെള്ളം തളിക്കുന്നതും പൾസ് നോക്കണം. നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പൾസ് നോക്കുന്നതൊക്കെ പുള്ളിയുടെ ഒരു ഇതാണ്. എൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. അപ്പം ഞാൻ ഏകദേശം ഒരു 10-11 മാസത്തോളം നടക്കാൻ പറ്റാണ്ടൊരവസ്ഥയിൽ വന്നു. എന്നെപ്പോലൊരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിലാണ് എന്നെ കിട്ടുന്നത്. എൻ്റെ ജന്മം ഒരു പാഴായി അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നു, പല സമയത്തും അതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറും.